ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നാളായി ലോങ് വീഡിയോ ചെയ്തിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ എക്സാമും ഇതൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് വെക്കേഷനാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മളിന്ന് ഗുരുവായൂർ പോവുകയാണ്. പുറത്ത് നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു 4 മണി റേഞ്ച് ആകുമ്പോഴത്തേക്കും മഴ നിൽക്കുന്നതാണ്. പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല, ഇന്ന് രാത്രി ഫുള്ള് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് ഒരു 11 മണിയാകുമ്പോൾ ഇറങ്ങിയിട്ട് അവിടെ രാവിലെ നിർമ്മാല്യം തൊഴാനായിട്ട് കയറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കൊച്ചിന് ചോറൂണും കൂടി ഉണ്ട്, ചേട്ടൻ്റെ കുട്ടിക്ക് ചോറൂണും കൂടി ഉണ്ട്. അപ്പോൾ അത് ഒരു 6 to 7 അല്ല 7 to 8 ആ ഒരു രാവിലെ ആ ഒരു ടൈമിലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഗുരുവായൂർ പോകുന്നത്. കാരണം എൻ്റെ ചെറുപ്പത്തിൽ എന്തോ എപ്പോഴോ നാലമ്പലം ആ ഒരു ദർശനം ആ ഒരു ടൈമിൽ എന്തോ പോയതാണ്. അപ്പോൾ ഞാനിന്ന് ഈ ധാവണിയാണ് കേട്ടോ ഇടാൻ പോകുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ധാവണി എടുക്കാൻ പോകുന്നത്. ഞാൻ സാധാരണ അമ്പലത്തിലൊക്കെ പോകുമ്പോഴും ട്രഡീഷണൽ എടുക്കുകയാണെങ്കിൽ തന്നെ സാരിയാണ് ഉടുക്കാറ്. എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സാരിയാണ് ഉടുക്കാറ്. പക്ഷേ ഒന്നാമത് കൊച്ചിനെ നമുക്ക് എടുത്തുകൊണ്ട് നടക്കാനുള്ളതുകൊണ്ട് പിന്നെ എപ്പോഴും സാരി എടുത്തെടുത്ത് മടുത്തു. അപ്പം ഞാൻ ധാവണി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ കേട്ടോ. നമുക്ക് അങ്ങനെ കുറേ പ്രിയ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ അവൻ്റെ ഇത് കടം മേടിക്കും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കടം മേടിച്ചൊക്കെയാണ്, അതൊക്കെ സ്വാഭാവികം. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെയാണ്. അപ്പോൾ ഒന്ന് ഓൾട്ടർ അടിച്ചെടുത്താണ്. പിന്നെ ഞങ്ങളെല്ലാവരും എൻ്റെ ഫ്രണ്ട്സും ഞങ്ങളെല്ലാവരും ഒരേ സൈസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സൊക്കെ ഫിറ്റ് ആയിരിക്കും. ചെറിയ എന്തെങ്കിലും ഓൾട്രേഷൻ നിങ്ങൾ വരേണ്ടി വരുള്ളൂ. അപ്പോൾ ഇതാണ് ഇടാൻ പോകുന്നത്. പിന്നെ ഇതിന് ഒരു മെറൂൺ കളർ ഷോളാണ് വരുന്നത്. ബ്ലൗസ്, സ്കേർട്ട്, പിന്നെ ഒരു മെറൂൺ കളർ ഷോളും കൂടെ വരും. സാധാരണ എവിടെയെങ്കിലും പോകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ റെഡി ആവുന്ന കാര്യത്തിൽ ഞാനും അമ്മയും തമ്മിൽ എപ്പോഴും അടി ഉണ്ടാവാറുള്ളത് പതിവാണ്. അടി ഉണ്ടാവാതെ ഞങ്ങൾ എവിടെയും പോയിട്ടുണ്ടാവില്ല. കാരണം ഞാൻ ഇതുപോലെ നടന്ന് വെറുതെ സമയം കളയും. ലാസ്റ്റ് ടൈം ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും കാണാതെ വരും. ചിലപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ സാരി ആണെങ്കിൽ തന്നെ സാരി എടുത്തിട്ട് ശരിയാവില്ല. അങ്ങനെ വരുമ്പോൾ എൻ്റെ അമ്മേനെ അങ്ങനെ ഞാനും അമ്മയും തമ്മിൽ എപ്പോഴും അടി ഉണ്ടാക്കിയിട്ടാണ് എവിടെയും പോകാറുള്ളൂ. അത് എല്ലായിടത്തും സ്വാഭാവികമായി നടക്കുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴേ റെഡിയാകാൻ തുടങ്ങും. ഇപ്പം 2 മണിക്കൂർ സമയമുണ്ട്. എന്നാലും ഇപ്പോഴേ റെഡിയായി തുടങ്ങിയാലാണ് അപ്പോഴത്തേക്കും 11 മണി ആകുമ്പോഴത്തേക്കും റെഡിയായി കഴിയുള്ളൂ. പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും ഇല്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ കാണിക്കാം. പിന്നെ എനിക്കങ്ങനെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഐബ്രോ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ പ്രോ ലെവല് മേക്കപ്പ് ഒന്നും ചെയ്യാൻ അറിയില്ല. അറിയില്ല എന്നല്ല, വേണമെങ്കിൽ നമുക്ക് പഠിക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ കണ്ടോ, നല്ല സെൻസിറ്റീവ് സ്കിന്നാണ്, അതിൻ്റെ കാര്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് പിന്നെ നല്ല ഓയിലാണ്. നമ്മൾ എന്തൊക്കെ കാര്യം ഓർത്തിട്ടാലും ഒന്ന് വയർത്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പോവും. പിന്നെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും. അതിൻ്റെയാണ് ഇത് കണ്ടോ, ഇപ്പം എന്തോ ഒരു ഇതായതിൻ്റെയാണ് ഇപ്പോൾ റെഡ് കളറിൽ നിൽക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ ഉണ്ടോ മൊത്തം പിമ്പിൾ വന്ന പാടും ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുറേ ഡോക്ടറെ കാണിച്ചാണ്. ലാസ്റ്റ് കണ്ട് എനിക്ക് തന്നെ നാണം വന്നു തുടങ്ങിയപ്പോഴാണ് ഞാൻ പിന്നെ നിർത്തിയത്. വെറുതെ മരുന്ന് കഴിക്കാമെന്നല്ലാണ്ട് ഇതിനൊരു കുറവുണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയ കാര്യമായി മേക്കപ്പ് ഒന്നും ഇല്ല. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ജസ്റ്റ് മേക്കപ്പ് ഒന്നും പാടില്ല, ജസ്റ്റ് ടച്ചപ്പ് ചെയ്തിട്ട് പോകുന്നു. ഗൈസ്, കണ്ണെഴുതി, ഐബ്രോ എഴുതി. പക്ഷെ ഞാനിപ്പോൾ കണ്ണെഴുതിയാലും അതൊന്നും പെക്കോട്ട് പറഞ്ഞാൽ നടക്കില്ലായിരിക്കും. രണ്ടും 2 ദിശയിലേക്കായിരിക്കും. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പം കണ്ണെഴുതിയാലും ഇതാ. പിന്നെ അങ്ങനെ സ്ഥിരമായിട്ട് എഴുതാറില്ലാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ കണ്ണിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. അറിയില്ല. അങ്ങനെ വലിയൊരു മൽപ്പിടുത്തത്തിന് ശേഷം റെഡി ആയി കഴിഞ്ഞു. കാരണം കറക്റ്റ് ആ റെഡി ആവാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും കറണ്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ ടോർച്ച് വെളിച്ചത്തിലും ഒക്കെയാണ് ഈ ഒരു കോലത്തിലെത്തിയത്. സാരി ധാവണി എടുക്കാനൊക്കെ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഒട്ടും ലൈറ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ കറക്റ്റ് അതുപോലെ റെഡി ആയി കഴിഞ്ഞപ്പോൾ കറണ്ടും വന്നു. അപ്പോൾ നമ്മൾ മിനിമം മേക്കപ്പാണ് ചെയ്തേക്കുന്നത്. ഐബ്രോ എഴുതിയിട്ടുണ്ട്, പിന്നെ ഒരു ഐഷാഡോ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, പിന്നെ ഐലൈനർ എഴുതിയിട്ടുണ്ട്, പൊട്ട്, ലിപ്സ്റ്റിക്ക്, 3 കാര്യങ്ങളേ ഉള്ളൂ. അപ്പം ഇത് എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അധികം ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നേരം വെളുക്കാറാവും. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്തൊക്കെ ചിലപ്പോൾ വേർത്ത് പോകും. എനിക്കറിയില്ല എങ്ങനെയാണെന്ന്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിനി പഠിച്ചെടുത്ത് കാണാം. നന്ദി തന്നെ
ഒന്നുമില്ല, വീഡിയോ എടുത്തതാ. ആദ്യമായിട്ടാണ് ഗൈസ് ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കാതെ ഒരു സ്ഥലത്ത് പോകുന്നത്, അത് സാരി എടുത്തോണ്ട്. മൊത്തത്തിൽ പണിയായിരുന്നു കിട്ടിയത്. അങ്ങനെ നമ്മൾ ഗുരുവായൂർ പോയിട്ട് വന്നു. പക്ഷെ നമ്മൾ വിചാരിച്ച പോലത്തെ പരിപാടികളൊന്നും നടന്നില്ല. ഞാൻ ഓർത്തു ചോറ് കൊടുക്കുന്ന വീഡിയോ, അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ എല്ലാം എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ ഫോൺ അലൗഡല്ല എന്നൊരു കാര്യം ഞാൻ വളരെ വൈകിയാണ് അറിഞ്ഞത്. ഇതിപ്പോൾ ഞാൻ ഗുരുവായൂർ പോയിട്ട് ഏതാണ്ട് ഒരു 10 വർഷത്തിന് മേലെ ആയിട്ടുണ്ട്. അന്ന് ചെറുപ്പത്തിൽ ഫോണൊന്നും ഇല്ലാത്ത കാരണം ഇത് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ ക്യൂ നിൽക്കാൻ തൊഴാൻ വേണ്ടി കൊച്ചിൻ്റെ അച്ഛനും അമ്മയും ഒഴിച്ച് ഞങ്ങൾ ബാക്കിയായി കൂടെ പോയ എല്ലാവരും ഞങ്ങൾ തൊഴാനായിട്ട് ക്യൂ നിൽക്കുന്നതിന് മുന്നേ ചെരുപ്പ്, ബാഗ്, ഫോൺ എല്ലാം ക്ലോക്ക് റൂമിൽ കൊണ്ട് കൊടുത്തു. പിന്നെ ഞാൻ എൻ്റെ ഫോൺ കാണുന്നത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി പോരാൻ നേരത്താണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കൊച്ചിന് ചോറ് കൊടുക്കുന്നതിൻ്റെ ഫോട്ടോ, വീഡിയോ എല്ലാം എടുക്കാമെന്ന് നമുക്ക് വിചാരിച്ചിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. അവിടെ ദേവസ്വത്തിൻ്റെ ഒരു ക്യാമറാമാൻ ഉണ്ടായിരുന്നു. അവർ 5 ഫോട്ടോ, കറക്റ്റ് 5 ഫോട്ടോയാണ് അവർ എടുക്കുകയുള്ളൂ. ചോറ് കൊടുക്കാൻ്റെ 5 ഫോട്ടോ എടുത്ത് എന്നിട്ട് അവർ വാട്സപ്പ് ചെയ്യും. അല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. അമ്പലത്തിനകത്ത് വെച്ചാണ് ചോറ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്യൂ നിന്നു. ഞങ്ങൾ 2:30 ആയപ്പോൾ അമ്പലത്തിലെത്തി. നേരെ പോയി ക്യൂ നിന്നു. അപ്പോഴേ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ക്യൂ നിന്ന് ഒരു 7:30 ആവുന്നവരെ നിന്നു. 7:30ക്ക് ഞങ്ങൾ കറക്റ്റ് ആ പുറത്തുനിന്നുള്ള ക്യൂ നിർത്തിയിട്ട് അകത്തേക്ക് പോകുന്ന, കോവിലിനകത്ത് പിന്നെ ക്യൂ ഉണ്ടല്ലോ, അപ്പം ആ പുറത്തുള്ള ക്യൂ തീരാറായിരുന്നു. അങ്ങനെ അത് 5 മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് അവിടെ വരെയെങ്കിലും എത്തിയത്. പക്ഷെ അപ്പോഴത്തേക്ക് 7:30 ആയി. 7 മണി to 8 മണിയാണ് ഞങ്ങൾക്ക് കൊച്ചിന് ചോറ് കൊടുക്കാനുള്ള ടൈം സ്ലോട്ട് കിട്ടിയായിരുന്നത്. അപ്പോഴേക്കും പിന്നെ ആകെ ഭ്രാന്തായി. കാരണം കൊച്ചിന് ചോറ് കൊടുക്കണോ, തൊഴാൻ കയറണോ, ആകെ കൺഫ്യൂഷനായി. നമ്മൾ അത്രയും ചെന്നിട്ട് അതാണെങ്കിൽ ചോറ് കൊടുക്കാൻ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും ഭയങ്കര വിഷമമായി. എന്നിട്ട് ഞങ്ങൾ ക്യൂവിൽ നിന്ന് ഇറങ്ങിയിട്ട് കൊച്ചിന് ചോറ് കൊടുക്കാൻ പോയി. അത്രയും നേരം നിന്ന് 5 മണിക്കൂറോളം ക്യൂ നിന്നിട്ട് തൊഴാൻ പറ്റിയില്ല. എന്നിട്ട് നേരെ ക്യൂ നിന്ന് ഇറങ്ങിയിട്ട് കൊച്ചിന് ചോറ് കൊടുക്കാൻ പോയി. ചോറ് കൊടുക്കണതിന് ആ ക്യൂ നിൽക്കേണ്ട കാര്യമില്ല, നമ്മൾ തൊഴാൻ വേണ്ടി മാത്രം അകത്ത് കയറാനായിട്ട് ക്യൂ നിന്നാൽ മതി. ചോറ് കൊടുക്കണമെങ്കിൽ നമുക്ക് വേറെ നടവഴി, വേറെ ഡോറ് വാതിലുണ്ട്, അതുവഴി കയറി നമുക്ക് ചോറ് കൊടുക്കാൻ പോകാം. എന്നിട്ട് ഞങ്ങൾ ചോറൊക്കെ കൊടുത്ത് പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം ഇരുന്നപ്പോൾ നമുക്ക് അമ്പലത്തിന്, ആ കോവിലിന്, ഭഗവാനിരിക്കുന്ന കോവിലിന് ചുറ്റും നടന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ നടന്ന് പ്രാർത്ഥിച്ചു. ഒരു കദളിപ്പഴം നേർച്ച ഉണ്ടായിരുന്നു, അതുകൊണ്ട് വെച്ചു. പിന്നെ പായസം മേടിക്കാൻ അതിലും വലിയ ക്യൂ ആയിരുന്നു. അതെങ്ങനെയോ പിന്നെ നേരത്തെ കയറി നിന്ന് ആദ്യം തന്നെ കിട്ടി. അങ്ങനെ പായസം മേടിച്ച് ഞങ്ങൾ പിന്നെ പോരുമായിരുന്നു. അത്രയും ദൂരം പോയിട്ടൊന്നും തൊഴാൻ പോലും പറ്റിയില്ല. അതും 10 വർഷത്തിനും മേലെ പോയിട്ടും ഒന്നും തൊഴാൻ പറ്റിയില്ല. 5 മണിക്കൂറോളം ക്യൂ നിന്നിട്ടും തൊഴാൻ പറ്റാതെ പോയ വിഷമം ഞാൻ ഓർക്കുന്നു. ഈ ഒരു നിമിഷത്തിൽ ഞാൻ ബാലമണിയെ സ്മരിച്ചു പോകുന്നു. അത്രയും നാൾ നടന്നിട്ടും അമ്പലത്തിനടുത്ത് ജീവിച്ചിട്ടും തൊഴാൻ പറ്റാതെ പോയതിൽ, ഇവിടെ 5 മണിക്കൂർ ക്യൂ നിന്നിട്ട് തൊഴാൻ പറ്റാതെ പോയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ബാലമണിയെ ഞാൻ സ്മരിച്ചു ഒരു നിമിഷം. ഒരിക്കലും എന്തോരം വിഷമിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അതുപോലെ എന്തെങ്കിലും എനിക്കും തൊഴാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.